السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله. وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ പഠിതാക്കളെ, ഉസ്വത്തുൻ ഹസന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഈമാനിനനുസരിച്ചാണ് സൃഷ്ടാവായ സ്നേഹനിധിയായ അള്ളാഹു നമ്മെ പരീക്ഷിക്കുക. ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടവരാണ് ബഹുമാനപ്പെട്ട അംബിയ മുർസലീങ്ങൾ. അവരിൽ വെച്ച് തന്നെ ധാരാളം പരീക്ഷണങ്ങൾക്ക് വിധേയരായ ഒരാളാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾക്ക് മുമ്പിലൂടെയാണ് തങ്ങൾ കടന്നുപോയിട്ടുള്ളത്. പക്ഷേ ആ പ്രതിസന്ധികൾക്കിടയിലും ആ പരീക്ഷണങ്ങൾക്കിടയിലും ആ പരിഹാസത്തിൻ്റെ കൂരമ്പുകൾക്കിടയിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചു, ഹംദ് ചെയ്തു, ശുക്ർ ചെയ്തു, ക്ഷമിച്ചു എന്നതാണ് തങ്ങളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി, പ്രത്യേകത. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. തൗറാത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ തൗറാത്തിൽ കണ്ടിട്ടുണ്ട് എന്ത്, നജിദു മക്തൂബൻ അൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി തൗറാത്ത്. തൗറാത്തിൽ തങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് ഞങ്ങൾ കാണുകയുണ്ടായി. എന്താ തങ്ങളെക്കുറിച്ച് പറഞ്ഞത്? ലാ ഫല്ല വലാ വലീദ് വലാ സഖാബുൻ ഫിൽ അസ്വാഖ് വലാ യജ്സി ബിസ്സയ്യിഅത്തി അസ്സയ്യിഅ വലാകിൻ യഅഫു വയഗ്ഫിർ മൗലിദുഹു ബിമക്ക വഹിജ്റത്തുഹു ബിത്വയ്ബ വമുൽക്കുഹു ബിശ്ശാം വഉമ്മത്തുഹു അൽഹാമിദൂൻ യഹ്മദൂന അല്ലാഹ ഫിസ്സറാഇ വദ്ദറാ യഹ്മദൂന അല്ലാഹ ഫീ കുല്ലി മൻസില. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അല്ലാഹു തആല തൗറാത്തിൽ പറഞ്ഞു, തങ്ങൾ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്, മനസ്സിന് ഹൃദയത്തിന് കാഠിന്യമില്ലാത്ത ആളാണ്, പരുക്ക സ്വഭാവക്കാരനല്ല, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് എപ്പോഴും അഫുവും മഗ്ഫിറത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന, മക്കയിൽ ജനിച്ച ത്വയ്ബയാകുന്ന മദീനയിൽ വഫാത്തായവരാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു ഉമ്മത്തുഹു അൽ ഹാമിദൂൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത്, സമൂഹം, സമുദായം, അൽ ഹാമിദൂൻ, അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അഥവാ നമ്മുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അൽ ഹാമിദൂൻ, എപ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുന്നവരാണ്, എപ്പോഴും ഹംദ് ചെയ്യുന്നവരാണ്. യഹ്മദൂന അല്ലാഹ ഫിസ്സറാഇ വദ്ദറാ, രഹസ്യത്തിലും പരസ്യത്തിലും, വിഷമഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിലും, സന്തോഷഘട്ടങ്ങളിലും സ്നേഹനിധിയായ റബ്ബിനെ, അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ്. യഹ്മദൂന അല്ലാഹ ഫീ കുല്ലി മൻസില, എത്ര വലിയ സ്ഥാനത്തെത്തിയാലും ഏത് സ്ഥലത്ത് വെച്ചും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ് ഉമ്മത്ത് മുഹമ്മദ് എന്ന് അള്ളാഹു തആല വിശുദ്ധമാകുന്ന തൗറാത്തിൽ നമ്മളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കുന്ന ഏതൊരു മുഹിബ്ബിനെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു ആശിഖിനെ സംബന്ധിച്ചും എപ്പോഴും രഹസ്യത്തിലും പരസ്യത്തിലും, സന്തോഷഘട്ടങ്ങളിലും സന്താപ സങ്കടഘട്ടങ്ങളിലും ഇതെല്ലാം നമുക്ക് നൽകുന്ന നമ്മുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം, ശുക്ർ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്താ ശുക്ർ ചെയ്താൽ? അള്ളാഹുവിനക്ക് നന്ദി രേഖപ്പെടുത്തിയാലുള്ള പ്രത്യേകത ഇൻ ശക്കർത്തും ലഅസീദന്നക്കും, നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് നന്മകൾ, ഖൈറുകൾ, നിഅ്മത്തുകൾ, സന്തോഷങ്ങൾ വർദ്ധിപ്പിച്ചു തരുമെന്ന്
അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാകുന്ന ഖുർആനിൽ പറയുകയാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങളെ പഠിക്കുന്ന, തങ്ങളുടെ ജീവിത ശൈലികൾ, അധ്യാപനങ്ങളെ ഉൾക്കൊള്ളുന്ന എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കൾ, നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ ലൈഫിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഹംദ് ചൊല്ലുന്നവരായി, ശുക്ർ ചെയ്യുന്നവരായി മാറണം. ജീവിതത്തിൽ ഒറ്റ ശുക്റിൻ്റെ സുജൂദ് പോലും ചെയ്യാത്തവരായി നാം ആരും മാറാൻ പാടില്ല. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, പെരുത്തിഷ്ടപ്പെട്ട വാക്കുകൾ 4 ഒന്ന് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 4 കലിമത്തുകളാണ് അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലിമത്തുകളെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരിക്കൽ സ്വഹാബത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തു വന്നിട്ട് വലിയൊരു പരാതി പറഞ്ഞു. നബിയെ, ദഹബ അഹ്ലുദ് ദുസൂർ ബിൽ ഉജൂർ. ഞങ്ങളെ കൂട്ടത്തിലെ, സ്വഹാബത്തിൻ്റെ കൂട്ടത്തിലെ പണക്കാരൊക്കെ, പണമുള്ള ആളുകളൊക്കെ, സമ്പന്നന്മാരൊക്കെ കൂലിയും കൊണ്ടുപോയി, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. അവര് ഞങ്ങളെപ്പോലെ നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, ഇബാദത്തുകൾ ചെയ്യുന്നു. അതോടൊപ്പം അവര് സദഖയും സകാത്തും ദാനധർമ്മങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് അവരെ പോലെ സദഖയും ദാനധർമ്മവും സകാത്തും ഒക്കെ കൊടുത്തിട്ട് ആ കൂലി കരസ്ഥമാക്കാനുള്ള അവസ്ഥയില്ല. ആ വിഷയത്തിൽ ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ്. ആ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബത്തിനോട് ചോദിച്ചു, അവലൈസ ഖദ് ജഅലല്ലാഹു ലക്കും മാ തസദ്ദഖൂൻ. അല്ലാഹു തആല നിങ്ങൾക്കും സദഖ ചെയ്യാൻ അവസരം തന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, പണമില്ല, പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ബേജാറാകേണ്ട ആവശ്യമില്ല. ഇന്ന ബികുല്ലി തസ്ബീഹത്തിൻ സദഖ. തീർച്ചയായും എല്ലാ ആ സ്വഹാബത്തിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന ലികുല്ലി തസ്ബീഹത്തിൻ സദഖ. നിങ്ങൾ ചെല്ലുന്ന ഓരോ തസ്ബീഹകളും, ഓരോ സുബ്ഹാനല്ലാഹയും സദഖയാണ്. സദഖയുടെ പ്രതിഫലം നിങ്ങൾക്ക് അതിനിക്ക് ലഭിക്കും. വകുല്ല തക്ബീറത്തിൻ സദഖ. നിങ്ങൾ ചെല്ലുന്ന ഓരോ തക്ബീറുകളും നിങ്ങൾക്ക് സദഖയായി ലഭിക്കും. വകുല്ല തഹ്മീദത്തിൻ സദഖ. നിങ്ങൾ ചെല്ലുന്ന ഓരോ ഹംദും അത് നിങ്ങൾക്ക് സദഖയായി ലഭിക്കും. അപ്പോൾ ഏത് ഘട്ടത്തിൽ നമ്മൾ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് സദഖയുടെ പ്രതിഫലമായി, ദാനധർമ്മത്തിൻ്റെ സന്തോഷമായി നമ്മുടെ ഹസനാത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം അൽഹംദുലില്ലാ എന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. അൽഹംദുലില്ലാ എന്നത് നാളെ മീസാനിൽ നന്മക്ക് കനം തൂക്കുന്ന അമലാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഹംദിന് എണ്ണമറ്റ പ്രതിഫലമാണ് അല്ലാഹു തആല നമുക്ക് നൽകുന്നത്. അഫ്ളലു ദുആഇ അൽഹംദുലില്ലാ. ദുആകളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും അഫ്ളലായ, ശ്രേഷ്ഠതയുള്ള, മഹത്വമുള്ള നല്ല ദുആ അൽഹംദുലില്ലയാണ്. അഫ്ളലു ദിക്ർ, ദിക്റുകളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും അഫ്ളലായ, ഏറ്റവും നല്ല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹുമാണ്. അപ്പോൾ അൽഹംദുലില്ലാ ആരെന്ത് ചോദിച്ചാലും, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എന്തൊക്കെയുണ്ട് അവസ്ഥകളൊക്കെ ചോദിച്ചാലും, എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും, മല പോലെയുള്ള പ്രാരാബ്ധങ്ങൾ നമുക്ക് മുമ്പിലുണ്ടെങ്കിലും, എപ്പോഴും നമ്മൾ മനസ്സറിഞ്ഞ് പുഞ്ചിരിച്ച് നമുക്ക് പറയാൻ സാധിക്കണം അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, വലിയ വലിയ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ തേടിയെത്തുമ്പോൾ ഒക്കെയും ഹംദിൻ്റെ ആളുകളായി നമ്മൾ മാറണം. ഇന്നല്ലാഹ ലയർളാനിൽ അബ്ദി യഅ്കുലുൽ അകലത ഫയഹ്മിദുഹു അലൈഹാ വയശ്റബു ശുർബ ഫയഹ്മിദുഹു അലൈഹാ. വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഹംദ് പറയുന്ന ആളുകൾ, അൽഹംദുലില്ലാ പതിവാക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഇന്നല്ലാഹ ലയർളാ അനിൽ അബ്ദി എന്നാണ്. അവരെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അള്ളാഹു അവരെക്കുറിച്ച്, അവരെ തൊട്ട് തൃപ്തരായിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. പറഞ്ഞു വരുന്നത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം വലിയ പരീക്ഷണങ്ങളായിരുന്നു. അതിന് മറ്റൊരവസരത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യണം. ആ പരീക്ഷണങ്ങൾക്കിടയിലും
ആ വലിയ പരിഹാസങ്ങൾക്കിടയിലും ബുദ്ധിമുട്ടുകൾക്കിടയിലും മനോവിഷമങ്ങൾക്കിടയിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനേക്ക് ഹംദും ശുക്റും സമർപ്പിച്ചിരുന്നു, അള്ളാഹുവിനോട് ക്ഷമിച്ചിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മുഅ്മിനീങ്ങളായ നമ്മൾ, മുഹബ്ബീങ്ങളായ നമ്മൾ, തിരുനബിയെ സ്നേഹിക്കാനും അറിയാനും അടുക്കാനും പഠിക്കാനും ഒരുമിച്ച് കൂടിയ നമ്മൾ ആ അർത്ഥത്തിൽ ഹംദിൻ്റെ ആളുകളായി, അൽഹംദുലില്ലയുടെ അഹ്ലുകാരായി നമ്മൾ മാറണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതോടൊപ്പം തിരുനബിയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പകർത്തേണ്ട മറ്റൊന്നാണ്, നമുക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമ്പോൾ, എന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങൾ, ഖൈറുകൾ ചെയ്തു തരുമ്പോൾ, നമ്മെ സഹായിക്കുമ്പോൾ, ഹെൽപ്പ് ചെയ്യുമ്പോൾ അവർക്ക് തിരിച്ച് ജസാക്കല്ലാഹു ഖൈറ, അള്ളാഹു തആല നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ, അല്ലെങ്കിൽ ശുക്രൻ, നന്ദിയുണ്ട്, ഒരു താങ്ക്സ്, ഒരു നന്മ, ഒരു നന്ദി, ഒരു സ്തുതി അവരോട് പറയുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അതിനെക്കുറിച്ച് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ ലാ യശ്കുരിന്നാസ് ലാ യശ്കുറുല്ലാഹ്. ഇമാം ബൈഹഖി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആരെങ്കിലും ആളുകൾക്ക് ശുക്ർ കൊടുത്തിട്ടില്ലെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഖൈറും ഹിദ്മത്തുമൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തു തരുമ്പോൾ അവർക്ക് നമ്മൾ ശുക്ർ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ, ഒരു ശുക്രൻ അല്ലെങ്കിൽ ജസാക്കല്ലാഹു ഖൈറ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹു തആല നമുക്ക് ശുക്ർ ചെയ്യുകയില്ല, അള്ളാഹു തആല നമ്മെ ശുക്രിൻ്റെ അഹ്ലുകാരിൽ പെടുത്തുകയില്ല, റബ്ബ് നമുക്ക് നിഅമത്ത് നൽകുകയില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തആല നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ജീവിതത്തിൽ ഈ നന്മകളൊക്കെയും പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് തൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഒരു വേള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ മുആദ്, എൻ്റെ പ്രിയപ്പെട്ട മുആദ്, വല്ലാഹി ഇന്നി ലുഹിബ്ബുക, തീർച്ചയായും എൻ്റെ മുആദ് ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉപദേശം കൊടുത്തു. ഫലാ തൻസ അൻ തഖൂല ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ആ നിസ്കാരത്തിൻ്റെ തൊട്ടുടനെ നിങ്ങൾ ഒരു ദുആഇനെ പതിവാക്കണം. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്ന പരിശുദ്ധമായ ദുആഇനെ നിങ്ങൾ ഓരോരുത്തരും പതിവാക്കണമെന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും, സലാം വീട്ടിൽ എത്ര പെട്ടെന്ന് എണീറ്റ് പോകണമെന്നുണ്ടെങ്കിലും ഈ ദുആ ചൊല്ലാത്തവരായി നമ്മൾ എണീറ്റ് പോകരുത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി, നീ എന്നെ സഹായിക്കണമേ, അലാ ദിക്രിക, നിൻ്റെ ദിക്റിൻ്റെ മേൽ, നിന്നെ സ്മരിക്കാൻ വേണ്ടി, വശുക്രിക, നിനക്ക് നന്ദി ചെയ്യാനും, വസ്നി ഇബാദത്തിക്ക, നിനക്ക് നല്ല ഇബാദത്ത് ചെയ്യാനും എന്നർത്ഥമുള്ള ഈ ദുആ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. ഇത് കാണാതെ പഠിക്കാത്തവർക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് എഴുതിയെടുത്ത് പഠിക്കണം. ഇത് ഇന്ന് മുതൽ പതിവാക്കാൻ തുടങ്ങണം. എല്ലാ പഠിതാക്കളും എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞാട്ടെ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഈ ദുആ ഇൻഷാ അല്ലാഹ് പതിവാക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന നന്മകളൊക്കെയും നമ്മൾ ഉപയോഗപ്പെടുത്തണം, അത് കളഞ്ഞു കുടിക്കരുത്. അല്ലാഹു തആല സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലും നമ്മെല്ലാം ചേർത്തി തരട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുസുന്നത്തുകളെ ജീവിതത്തിൽ ഇത്തിബാഅ് ചെയ്യാൻ, അനുധാവനം ചെയ്യാൻ, ഖൽബറിഞ്ഞ് തങ്ങളെ സ്നേഹിക്കാൻ, ഇഷ്ടപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.